ഒരു സമയത്ത് തുടർച്ചയായ ഫെയിലിയേഴ്സ് വന്നിട്ട് ഇനി വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം, എന്തിനാണ് വെറുതെ പ്രൊഡ്യൂസേഴ്സിന്റെ കാശും ടിക്കറ്റ് എടുത്ത് കാണുന്നവരുടെ കാശും കളയുന്നത്. അങ്ങനെ ചിന്തിച്ചു. കാരണം ഞാൻ ഈ പ്രൊഫഷനെ വളരെ സീരിയസ് ആയിട്ട് വളരെ സിൻസിയർ ആയിട്ട് കാണുന്ന ഒരാളാണ്. ഒരിക്കലും ഇതെനിക്കൊരു എൻ്റെ ഒരു വരുമാന മാർഗമായിട്ടോ ഒരു പാസ് ടൈമായിട്ടോ ഒന്നും അല്ല ഞാൻ കാണുന്നത്. ഞാൻ ഈ കരിയറിനെ വളരെ സത്യസന്ധമായിട്ടാണ് സിനിമയെ കാണുന്നത്. അപ്പം തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ വരുന്നു, എൻ്റെ ചോയ്സസ് മോശമാകുന്നു, ആളുകൾക്ക് എൻ്റെ സിനിമ കാണാൻ ഒരു സെക്കൻഡ് തോട്ട് വരുന്നു എന്നൊക്കെ ഞാൻ റിയലൈസ് ചെയ്ത പോയിന്റിൽ ഒരു നല്ല തിരിച്ചുവരവിന് വേണ്ടി ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ആ സമയത്താണ് കരിക്കും വെള്ളം സംഭവിക്കുന്നതും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചധികം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ സമയം സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിൽ ഇരിക്കുക, സിനിമ സെലക്ട് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ചൂസ് ചെയ്യാവുക, നമ്പർ ഓഫ് ഫിലിംസ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുത്തത് ആ സമയത്താണ്. എന്താണ് ചേട്ടൻ തന്നെ മനസ്സിലായി ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നി. അപ്പൊ ചേട്ടന്റെ എന്താണ് സെലക്ഷൻ പാളിപ്പോയതാണോ? സെലക്ഷൻ പാടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ വന്ന ഒരാൾക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, എല്ലാ സിനിമയും ചെയ്യണം എന്ന് തോന്നും. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല ക്യാരക്ടേഴ്സും ചെയ്യാൻ തോന്നും. അത് ചിലപ്പം ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മളെ കൊണ്ട് ഇത് വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ക്യാരക്ടറാണെന്നൊക്കെ നമ്മൾ വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്യുന്നു. അത് പ്രേക്ഷകർക്കും മനസ്സിലാവുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല സിനിമകൾ ചെയ്യുക. രണ്ട് പേരോടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, രണ്ട് പേരോടാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ റെസ്പോൺസിബിൾ. ഒന്ന് എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറും എന്നെ വിശ്വസിച്ച് പൈസ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ഒരു പ്രേക്ഷകനും. ഇവരെ രണ്ടുപേരെയും സന്തോഷിപ്പിക്കാൻ അറ്റ് എ ടൈം എനിക്ക് പറ്റണം. അതിൻ്റെ കൂടെ എനിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പോൾ ഈ രീതിയിലുള്ള സിനിമകൾ സംഭവിക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞൊരു തീരുമാനം എടുക്കേണ്ട വന്നത്. ഒരു ബ്രേക്ക് എടുക്കാമെന്നൊക്കെയുള്ള തോന്നലുണ്ടായതല്ലേ? ഭാഗ്യവശം. പക്ഷേ ചേട്ടൻ്റെ കുറച്ച് മോശം സിനിമകൾ ഉണ്ടായെങ്കിൽ പോലും ആസിഫ് അലി എന്ന് പറയുന്ന നടന് എപ്പോഴും സിനിമകളുണ്ട്. അതൊരു ഭാഗ്യല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപാട് സംവിധായകർ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രൂപവും ഒരു സ്വഭാവവും ഒക്കെ എനിക്കുണ്ട് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ ഞങ്ങളുടെ സിനിമയോട് കൂടി ഇദ്ദേഹം നന്നാവും എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സിനിമകൾ സംഭവിക്കണം. ഇപ്പം ആസിഫ് അലിയുടെ ഒരു സിനിമ റിലീസാവുന്നുണ്ട്, ഇത് നല്ല സിനിമയായിരിക്കും, ഇതിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം എന്ന് പ്രേക്ഷകന് തോന്നണം. അതിലാണ് ഈ പറയുന്ന സ്റ്റാർഡം, നമ്മൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയൂല, അതിനൊക്കെ ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ അർത്ഥം അതാണ്. നമ്മളെ ആളുകൾക്ക് വിശ്വാസമാവണം, നമ്മുടെ സിനിമയ്ക്ക് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരണം. ചേട്ടാ, ഞാൻ സിനിമയിൽ നിന്ന് മാറിയൊരു കാര്യം പറയാം. ഞങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് ലൊക്കേഷനിൽ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ ഒരു ചേച്ചി എന്നോടൊന്ന് ചോദിക്കുകയാണ്, മോളെ ആ യൂസഫ് അലി വന്നോ എന്ന്. ഈ സംഭവം എപ്പോഴെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് യൂസഫ് അലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ, ഭയങ്കരമായ പൈസയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു കാറിന്റെ നമ്പർ ലേലം വിളിച്ചെടുത്തു.